യൂത്ത് കോൺഗ്രസിന്റെ മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് വെട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് ജില്ലാ പ്രസിഡന്റിനെ വെല്ലുവിളിച്ച DCC ജനറൽ സെക്രട്ടറിയുടെ രാജി ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയും കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ KC വിജയനാണ് ഇന്നലെ രാജിവെച്ചത്. KPCC പ്രസിഡന്റിനാണ് രാജിക്കത്ത് നൽകിയത്. കോൺഗ്രസ് ശ്രീകണ്ഠപുരം ബ്ലോക്ക് ലീഡേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹന് വിജയൻ നൽകിയ മറുപടി കഴിഞ്ഞ ദിവസം ചോർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനും രാഹുൽ മാങ്കൂട്ടത്തിലിനുമെതിരെ പാർട്ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു KC വിജയന്റെ പരാമർശം. യൂത്ത് കോൺഗ്രസിന്റെ മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ പറയിപ്പിക്കരുതെന്ന് ഗ്രൂപ്പിൽ KC വിജയൻ വെല്ലുവിളിച്ചു. കള്ളവോട്ട് വാങ്ങി വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയുമാണ് വിജിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായത്. അതിന്റെ മുകളിലുള്ളവനും അങ്ങനെ തന്നെ. തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവർക്ക് എന്തു മാന്യത? വയനാട്ടിലേക്ക് ഇവിടെ നിന്ന് എത്ര പണം പിരിച്ചുവെന്ന് എനിക്ക് നന്നായി അറിയാം. അവിടെ എത്ര കൊടുത്തുവെന്നും. ബാക്കി കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നായിരുന്നു KC വിജയൻ പറഞ്ഞത്. നേതാക്കളുടെ പ്രവർത്തനം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ വിജിൽ മോഹന്റെ വ്യക്തിപരമായ പരാമർശങ്ങൾക്കാണ് വിജയൻ മറുപടി നൽകിയത്. വയനാട്ടിലേക്ക് ഇവിടെ നിന്ന് എത്ര പണം പിരിച്ചെന്ന് എനിക്ക് നന്നായി അറിയാം. അവിടെ എത്ര കൊടുത്തുവെന്നും. ബാക്കി കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഇതായിരുന്നു മറുപടി. കണ്ണൂര്, ഇരിക്കൂർ, പയ്യന്നൂർ ബ്ലോക്കുകൾ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് ഫണ്ട് കൈമാറിയത്. 2.5 ലക്ഷമാണ് ഒരു ബ്ലോക്ക് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറേണ്ടതെങ്കിലും കൂടുതൽ പിരിച്ചെന്നും വിജയൻ പറഞ്ഞു. 2 സംഭവങ്ങളിലും സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിശബ്ദത പാലിക്കുമ്പോഴാണ് മുതിർന്ന നേതാവിന്റെ തുറന്നു പറച്ചിലെന്നതും ശ്രദ്ധേയമായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി പിരിച്ച ഫണ്ട് വെട്ടിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ കണ്ണൂരിലും വിമർശനം ഉയർന്നിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത ജില്ലാ ക്യാമ്പിലാണ് മുൻപ് വിമർശനം ഉയർന്നത്. ചൂരൽമല ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഫണ്ട് ശേഖരിച്ചിരുന്നു. 30 വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ഓരോ ബ്ലോക്ക് കമ്മിറ്റിയും 2.5 ലക്ഷം രൂപ പിരിച്ചെടുത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് അടയ്ക്കണമെന്നും നിർദ്ദേശിച്ചു. വീട് നിർമ്മാണം നടത്താത്തതിനെതിരെ സംസ്ഥാന ക്യാമ്പിൽ വിമർശനം ഉയർന്നതോടെയാണ് ഫണ്ട് വെട്ടിപ്പ് ചർച്ചയായത്. 4.5 കോടിയോളം പിടിച്ചെടുത്തിട്ടും വീട് നിർമ്മാണം നടത്താത്തതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനമുയർന്നതോടെ ന്യായീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി. 88 ലക്ഷം രൂപ അക്കൗണ്ടിലുള്ളൂ എന്നായിരുന്നു ന്യായീകരണം. ഫണ്ട് സംബന്ധിച്ച വിവാദം സംഘടനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് കണ്ണൂർ ജില്ലാ ക്യാമ്പിൽ ഉയർന്ന വിമർശനം. ഫണ്ട് പിരിച്ചിട്ടും എന്താണ് വീട് നിർമ്മാണം തുടങ്ങാത്തതെന്നായിരുന്നു പ്രതിനിധികളുടെ ചോദ്യം. ഇരിക്കൂർ ബ്ലോക്കിൽ നിന്നുമാണ് പ്രധാനമായും വിമർശനം ഉയർന്നത്. ഈ ബ്ലോക്ക് കമ്മിറ്റികൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് കുറിപ്പിട്ടിരുന്നു. ജൂലൈ 31-നുള്ളിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പണമടയ്ക്കണമെന്നാണ് ക്യാമ്പിലെത്തിയ ഭാരവാഹികൾക്ക് അന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയത്. നിശ്ചയിച്ച 30 വീട് നിർമ്മിക്കുമെന്നായിരുന്നു പ്രതിനിധികളുടെ വിമർശനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. വാട്സാപ്പിലെ ശബ്ദ സന്ദേശം പുറത്തായതോടെ ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾക്കും ധാരണയുണ്ടെന്നത് വ്യക്തമായി. കോൺഗ്രസ് ശ്രീകണ്ഠപുരം ബ്ലോക്ക് ഡീലേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള ചാറ്റാണ് ചോർന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനും DCC ജനറൽ സെക്രട്ടറി KC വിജയനും തമ്മിലുള്ളതാണ് ചാറ്റ്. ഏരുവേശി പഞ്ചായത്തിലെ കോൺഗ്രസ് സംഘടനാ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നത്. തട്ടിപ്പ് വിവാദം നാണക്കേടുണ്ടാക്കിയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇരുത്തി വിമർശനം ഉയർന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട 30 പേർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സ്പോൺസർഷിപ്പ് വഴി 2.80 കോടി രൂപ സമാഹരിച്ചിരുന്നു. ഇതിനു പുറമെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും 2 ലക്ഷം രൂപ വീതം സമാഹരിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇതുപ്രകാരം ഏകദേശം 88 ലക്ഷത്തോളം രൂപ സമാഹരിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നു. പക്ഷേ വീടിന്റെ പണി പൂർത്തിയാക്കിയില്ലെന്നാണ് മുൻപുയർന്ന പരാതിയിൽ പറയുന്നത്. കൂടാതെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സാമ്പത്തിക ദുരുപയോഗത്തിൽ അന്വേഷണം വേണമെന്നും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഈ പണം ഉപയോഗിച്ചെന്ന് സംശയമുണ്ടെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ സുതാര്യമായാണ് സാമ്പത്തിക സമാഹരണം നടത്തിയതെന്നും പിരിച്ച പണം മുക്കിയെന്ന് തെളിയിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപ് പ്രതികരിച്ചിരുന്നു. 1 രൂപ പോലും ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിലെ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി സർക്കാരിനോട് സ്ഥലം ആവശ്യപ്പെട്ടിരുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു.
എന്തായാലും ഫണ്ട് മുഖ്യ കാര്യം ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെ പറഞ്ഞതുപോലെ രാജിയല്ലേ രാഹുൽ മാങ്കൂട്ടമേ?